ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറേബ്യൻ സ്വീറ്റായ ലുക്കൈമത്താണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനായി 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മുട്ടയിൽ നന്നായി അലിയുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഈ മാവിനെ കൈകൾ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ സോഫ്റ്റായി വരണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് നന്നായി പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ സ്പൂണായി ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലുക്കൈമത്ത് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ നിറമാവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ വളരെ നല്ല ടേസ്റ്റാണ്. ഞാനിത് ശർക്കര പാനിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതിനായി 2 ശർക്കര കുറച്ച് വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സിറപ്പ് നമുക്ക് ലുക്കൈമത്തിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.